ഓരോ ഉമ്മത്തിനും ഓരോ ഫിത്നയുണ്ട്. വഫിത്നതു ഉമ്മത്തി അൽമാൽ. എന്റെ ഉമ്മത്തിന്റെ ഫിത്ന അൽമാലു, സമ്പത്താകുന്നു എന്ന് സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ. എത്ര നിങ്ങളെ കയ്യിൽ കിട്ടിയാലും മക്കളെ കയ്യിൽ കിട്ടിയാലും അതൊന്നും ശാശ്വതമല്ല. ഇന്ന് തീർന്നാൽ ഇന്ന് തീർന്ന്, അവസാനത്തെ ശ്വാസം ഇന്ന് വലിച്ചാൽ നാളെ മറ്റുള്ളവർ ഭാഗിച്ചെടുത്തു പോയി. അത്രേ ഉള്ളൂ. അത് പരിപാടി കഴിഞ്ഞിട്ട് കഴിഞ്ഞു പോയാൽ കഴിഞ്ഞു. പിന്നത് എണ്ണാനില്ല, അതിന്റെ വലുപ്പൊന്നും പറയാനില്ല. അല്ലാഹു അത് കയ്യിൽ തന്നിരിക്കുന്നത് സുഹൃതങ്ങൾക്ക് വേണ്ടിയാണ്, നിയമങ്ങൾ ധിക്കരിക്കാനല്ല, ഹറാമുകൾ വാരി പുണരാനല്ല. മദ്യം വിളമ്പുന്ന കല്യാണം നഊദു ബില്ലാഹ്, മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന കല്യാണം നഊദു ബില്ലാഹ്, സിനക്ക് പ്രേരിപ്പിക്കുന്ന കല്യാണം നഊദു ബില്ലാഹ്, അന്യാണും അന്യ പെണ്ണും ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്ന കല്യാണം നഊദു ബില്ലാഹ്, അന്യാണും അന്യ പെണ്ണും തോളോട് തോളുരുമ്മി നിന്ന് പരസ്പരം വായിലേക്ക് മിഠായി കൈമാറുന്ന കല്യാണം നഊദു ബില്ലാഹ്. ഹലാലായിട്ട് നിക്കാഹ് ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ ശരീരം സ്പർശിക്കുന്ന കല്യാണങ്ങളും സദസ്സുകളും നഊദു ബില്ലാഹ്. ദീൻ അനുവദിക്കുമോ? കാണാൻ തന്നെ പരിമിതമായ സ്ഥലങ്ങളും പരിധിയും ആണിനും പെണ്ണിനും വെച്ച് തന്ന ദീന് തൊടാൻ പറഞ്ഞിട്ടുണ്ടോ? കൈ കൊടുക്കാൻ പറ്റുമോ? അങ്ങോട്ടും ഇങ്ങോട്ടും പലഹാരം കൊടുത്തിട്ട് ഒന്ന് മുസാഫഹത്ത് പറ്റുമോ? അപ്പുറത്തും ഇപ്പുറത്തും നോക്കി നിൽക്കുന്ന കാരണവന്മാരെ, ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീഅത്ത് കളഞ്ഞു കുളിക്കുന്നതിന് സാക്ഷ്യം വഹിച്ചാൽ മുത്തുനബി തങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുമോ? അല്ലാഹുവിന്റെ റസൂല് നമ്മളെ സ്നേഹിക്കുമോ? ആഖിറത്തിൽ നമുക്ക് ശഫാഅത്ത് തരുമോ? എന്റെ ദീനിന്റെ നിയമങ്ങൾ മാറ്റിമറിച്ചവരാണ്, അവർക്ക് ഞാൻ എൻ്റെ ഹൗലിൽ നിന്ന് വെള്ളം കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തപ്പെടുന്ന വിഭാഗത്തിൽ പെട്ടേക്കുമോ? 3 അഭിപ്രായങ്ങൾ മഹാന്മാർ അതിൽ പറഞ്ഞപ്പോ ഇമാം ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ റഹ്മഹുല്ലാഹ് പറഞ്ഞു, എന്റെ ദീനിന്റെ നിയമങ്ങൾ മാറ്റിമറിച്ചവർ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആട്ടിയോടിക്കുന്നു എന്ന് പറഞ്ഞതിൽ 3ാമത്തെ അഭിപ്രായം അസ്ഹാബുൽ കബായിരി, വൻദോഷങ്ങൾ ചെയ്തവരാ. ഈ